കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമയം കുറവായതിനാൽ ഇനി അധികമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ നാം ശ്രദ്ധിച്ചാൽ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മരണം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ നിന്നുള്ള വേർപാടെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അന്ത്യമല്ല. മരണം, ശരീരത്തിലുള്ള വേർപാട് ഒരു നിദ്ര എന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഭാഷയിൽ ദൈവത്തിന്റെ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊരു ഉറക്കമാണ്. ഈ ലോകത്തിലെ പ്രയത്നങ്ങൾ കഴിഞ്ഞു. ഈ ലോകത്തിൽ ചെയ്യുവാൻ കർത്താവ് കൊടുത്ത പ്രവൃത്തി തീർത്തു. ഇനി നിദ്രയിലായി വിശ്രമിച്ച് ഒരു ദിവസമുണ്ട്. പണ്ട് പുരാതന നാളുകളിൽ തന്നെ ദൈവത്തിന്റെ ഭക്തന്മാർ അതാണ് പ്രതീക്ഷിച്ച് പ്രത്യാശിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ദാനിയേലിനോട് പറഞ്ഞു, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ അവകാശം പ്രാപിക്കുവാൻ, നിന്റെ ഓഹരി പ്രാപിക്കുവാൻ നീ എഴുന്നേറ്റ് വരും. എന്നാൽ പഴയ നിബന്ധനായ ദാനിയേലിനെ പോലെ അല്ല ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. പഴയ നിബന്ധന്മാരെ പോലെയുള്ള ഒരു പ്രതീക്ഷയിലുമല്ല, അതിനേക്കാൾ എത്രയോ ഉന്നതമായ ഒരു പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാലാവസാനത്തിങ്കൽ ഓഹരി പ്രാപിക്കുവാൻ പഴയ നിബന്ധന്മാർ വരുമ്പോൾ കാലാവസാനത്തിങ്കലല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് അതിവേഗത്തിൽ ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ തന്നെ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടണം. അതാണ് നാം പഠിക്കുന്നത്, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് അല്പമായി ചിന്തിച്ച് നമുക്ക് ഈ വചനധ്യാനം അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42-43 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു മനുഷ്യന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടതായ അനേക കാര്യങ്ങൾ വിവരിച്ചു വരുമ്പോൾ അതിലൊരു പ്രസക്ത ഭാഗം ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാം. ഒന്ന് വായിച്ചാൽ ഉപകാരം. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ, മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. അപ്പോസ്തലൻ 4 പ്രത്യേക കാര്യങ്ങൾ ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അതെ, ഒരു മനുഷ്യന്റെ മരണം, മരണത്തിന് ശേഷമുള്ള ഉയർപ്പ്, ഉയർപ്പിന് ശേഷമുള്ളതായ അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ഈ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. അതെ, ആരംഭം മുതൽ അത് വായിക്കുന്നുണ്ട്. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അധികമായി ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ ഓർമ്മിക്കുകയാണ്, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുകയാണ്. അതെ, ഈ ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവൻ ദ്രവത്വമുള്ളവനായിട്ടല്ല, അദ്രവത്വമുള്ളവനായി മാറണമെന്നുള്ള പ്രതീക്ഷയോടും അതെ ആ ദൈവികമായ പദ്ധതിയോടും കൂടെയാണ് മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചത്. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോ ദ്രവത്വമുള്ളവനായിരുന്നു. ആ ദ്രവത്വമുള്ള ആദാമിനെ അദ്രവത്വത്തിലേക്ക് നയിക്കുവാനാണ് ദൈവം അതിന് വേണ്ടതായ ആലോചനകൾ കൊടുത്ത് അതിന് വേണ്ട പദ്ധതികൾ വിഭാവനം ചെയ്ത് അതിൻ്റെതായ നിലയിൽ ഏദൻ തോട്ടത്തിലാക്കി വെച്ചത്. എന്നാൽ അവന് നേരിട്ടതായ പരീക്ഷണങ്ങളിൽ അവൻ പരാജയപ്പെട്ട് ആ ദ്രവത്വത്തിൽ തന്നെ അവസാനിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അദ്രവത്വത്തിലേക്ക് അവൻ കടക്കുവാൻ കഴിയാതെ പോയി എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ഒന്നാമത്തെ ആദാം മണ്ണുകൊണ്ടുള്ളവനായി ലോകത്തിലേക്ക് വന്ന് ദ്രവത്വത്തിൽ അവസാനിച്ചു എങ്കിൽ ഒടുക്കത്തെ ആദാമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് മാനവരാശിക്ക് അദ്രവത്വത്തിനുള്ള മാർഗം തുറന്നു തന്നു. അതെ, ഇന്നിവിടെ ഇരിക്കുന്ന അനേകർ അദ്രവത്വം പ്രാപിക്കുവാനുള്ള പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതയാത്ര തുടരുന്നവരാണ്. അങ്ങനെയുള്ള പ്രത്യാശയുള്ള ദൈവമക്കൾ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ.
മനസാക്ഷികാല ഭക്തനായ യോബ് തന്റെ ജീവിതത്തിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഈ ശരീരം, എൻ്റെ തോല്, എൻ്റെ അസ്ഥി ഇതൊക്കെ ഇങ്ങനെ ദ്രവിച്ച് ഇല്ലാതെയായാലും, ഈ ശരീരം ഇങ്ങനെ ദ്രവിച്ച് ദ്രവത്വത്തിന് അടിമയായാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. വലിയ പ്രത്യാശയോടെ ദൈവഭക്തന്മാര് ജീവിച്ചു. മനസാക്ഷി കാലത്തിൽ ഇരുന്നവർക്ക് അത്രയും ആയിരുന്നെങ്കിൽ കാൽവറിയിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മറുവിലയായി തന്റെ ജീവനെ തന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രത്യാശ എത്ര കണ്ട് വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആ വലിയ പ്രത്യാശയുടെ ഭാഗവാക്കുകളായി, പങ്കാളികളായി ദൈവം നമ്മെ മാറ്റിയിരിക്കുകയല്ലേ. അദ്രവത്വം പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ട് മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ച്, ഈ ലോകത്തിൽ, ഈ ദ്രവത്വ ശരീരത്തിൽ, ഈ ലോകത്തിൽ മരിച്ചടക്കപ്പെടുന്നതിന് വിതയ്ക്കപ്പെടുന്നതിനോട് സാമ്യമാക്കി അപ്പോസ്തലൻ സംസാരിക്കുന്നു. പക്ഷേ ദ്രവത്വമുള്ള ഈ ശരീരത്തിൽ ജീവിച്ച് ദ്രവത്വത്തിൽ മരിച്ച് അവസാനിച്ചാൽ, അടക്കപ്പെട്ടാൽ, ഈ ശരീരം മണ്ണോട് മണ്ണായി മാറിയാൽ, കാഹളധ്വനി മുഴങ്ങുമ്പോൾ ദൈവവചനം വിളിച്ചു പറയുന്നു. അതേ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 50 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അന്ത്യകാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അതേ, ഈ അദ്രവത്വ ശരീരത്തിൽ നാം ഉയർത്തെഴുന്നേൽക്കുവാൻ ഈ ദ്രവത്വ ശരീരം വെടിയണം, ഈ ശരീരം ഉരിഞ്ഞു കളയണം. അദ്രവത്വ ശരീരം പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടിയാണ് ഒന്നാമത് യഥാർത്ഥമായി കാൽവറിയുടെ കാഴ്ച കണ്ട്, കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായ ക്രിസ്തുവിന്റെ ആ കാൽവറിയിലെ ബലിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടി നമ്മുടെ മനസ്സിനും ജീവിതത്തിനാകമാനവും രൂപാന്തരം വരുത്തണം. ജ്ഞാനസ്നാനത്തിലൂടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് അതേ ജീവന്റെ പുതുക്കത്തിലേക്ക് വരണം. അതുമാത്രമല്ല, അദ്രവത്വം നൽകുവാൻ ദൈവത്തിന്റെ അത്യന്തമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോരുത്തരുടെയും ഈ മൺകൂടാരത്തിനുള്ളിൽ വന്ന് വ്യാപരിച്ച് പ്രവർത്തിക്കുവാൻ ആരംഭിക്കണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവം തന്ന ദാനമാണ്. എന്തിന്? ഈ മർത്യ ശരീരത്തെ, ദ്രവത്വ ശരീരത്തെ അദ്രവത്വമുള്ളതാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലും അതുതന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഈ അത്യന്ത ശക്തി നമ്മിലേക്ക് വരുമ്പോൾ അതേ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ അത്യന്ത ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കറുത്ത ശരീരത്തിലും വെളുത്ത ശരീരത്തിലും, ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും, സൗന്ദര്യമുള്ളവരായും സൗന്ദര്യം കുറഞ്ഞവരായും ഒക്കെ നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. നമ്മുടെ തന്നെ അവസ്ഥ ഓർത്തിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ കുറച്ചിൽ തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ഇതെല്ലാം ദ്രവത്വമുള്ളതും നശിക്കുന്നതുമാണെന്ന് ഓർക്കണം. കർത്താവ് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മ മനുഷ്യനെ വെച്ചിട്ടുണ്ട്. അകത്തെ മനുഷ്യൻ ഉരുവാക്കപ്പെടുവാനാണ്. മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു സൃഷ്ടികർമ്മം ആരംഭിക്കുകയാണ്. ഒരാത്മ മനുഷ്യൻ ഉരുവാവുകയാണ്. ഈ മാതാവിന് ആ വലിയ പ്രത്യാശ ദൈവം കൊടുത്തു. തന്റെ ഉള്ളിൽ ഒരു ആത്മ മനുഷ്യൻ ഉരുവായി വന്നു. അതുകൊണ്ട് ഒരു മൂശ ഉടച്ച് തകർത്താൽ അതിനകത്തൊരു നല്ല പാത്രം ഉരുവായി കാണുന്നത് പോലെ ഈ പുറമെയുള്ള മനുഷ്യനെ തകർത്താൽ, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഈ കൂടാരം ഒളിഞ്ഞു പോകട്ടെ. ഇതിനുള്ളിൽ നിന്ന് ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക സുദിനത്തിൽ കർത്താവ് കാഹളധ്വനിയുമായി ഇറങ്ങി വരുമ്പോൾ, ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പുതു ശരീരവുമായി മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ തേജസ് പ്രാപിക്കും. 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി അതെല്ലാം വിവരിക്കാൻ സമയമില്ലാത്തതിനാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെ, ഈ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഈ ശരീരം അല്പസമയം കഴിയുമ്പോൾ നമ്മൾ മണ്ണിൽ വിതയ്ക്കുകയാണ്, അടക്കം ചെയ്യുകയാണ്. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാഹളം മുഴങ്ങുമ്പോൾ തേജോരൂപിയായി ഉയർത്തെഴുന്നേറ്റ് വരും. അത് മാത്രമല്ല, നമ്മുടെ മുൻപിൽ കടന്നുപോയ ഭക്തന്മാരെല്ലാം തേജോരൂപികളായി കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതെ, ആ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അടുത്തത് എന്താ പറയുന്നത്?
അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഇതൊരു അപമാന ശരീരമാണ്. ഒരല്പം ഒരു ഭാഗം ഒന്ന് പഴുത്താൽ മനുഷ്യനെ അടുക്കാൻ പറ്റുകയില്ല. ഈ മനുഷ്യ ശരീരം നമ്മൾ എത്ര സൂക്ഷിച്ച് എത്ര ഡെക്കറേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്താലും ശരി, ഇതിലൊരു ചെറിയ വേദന വന്നാൽ ഒരു ചെറിയ പഴുപ്പ് വന്നാൽ അടുക്കുകയില്ല. ഇത് പലരും അവഗണിച്ച് അപമാനിച്ച് ഒതുങ്ങി മാറിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള ശരീരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ശരീരം ദ്രവിച്ചു പോയാലും ഒരു മഹത്വത്തിൽ ഉയർക്കുന്ന ശരീരമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശരീരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹത്വ ശരീരം പ്രാപിക്കുവാൻ ആ ഒരു പ്രത്യേക സുദിനം വരാൻ പോകുകയാണ്. കാഹളധ്വനി കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? മഹത്വത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ തിരുവചനത്താലും ജീവിതത്തെ ഉരുവാക്കി രൂപപ്പെടുത്തി എടുക്കുന്നവര് കാഹളധ്വനി കേൾക്കുമ്പോൾ മഹത്വ ശരീരികളായി മാറും. അതേ, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഈ ശരീരം ഒരു അപമാന ശരീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും ഒക്കെ അലങ്കരിച്ച് ഒരുക്കി ഓരോ ദിവസവും ലജ്ജാകരമായി കാണാതെ അതിനെ മാന്യമായി സൂക്ഷിക്കുന്ന അപമാന ശരീരം. പിന്നെ എന്താ പറയുന്നത്? ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഇത് ബലഹീന ശരീരമാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതെ, ചിലപ്പോൾ ഒരു 50 വയസ്സ് വരെയൊക്കെ ഒരുമാതിരി ബലത്തോടിരിക്കും. എന്നാൽ പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. ശരീരത്തിന് ആകെ ക്ഷീണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാൻ വയ്യ. പ്രായമായി ഒരളവിൽ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും പിടിച്ചാൽ നിൽക്കുകയില്ല. ഇത് ബലഹീന ശരീരമാണ്. അല്പസമയം. അതുകൊണ്ട് ആരും തങ്ങൾക്ക് ബലമുണ്ടെന്ന് കരുതരുത്. ഇന്നുള്ള ബലം നാളെ കാണുകയില്ല. ഇന്നത്തെ ബലമൊക്കെ ക്ഷയിച്ചു പോകും. ഇത് ബലഹീന ശരീരമാ. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട. ഇതിനപ്പുറത്തൊരു ശക്തമായ ശരീരം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് കണ്ണിമയ്ക്കുന്ന നേരത്ത് പറന്ന് സ്വർഗോന്നതങ്ങളിൽ കർത്താവിന്റെ അടുക്കലേക്ക് ഉയരുന്ന ഒരു മഹത്വ ശരീരം എനിക്കും നിങ്ങൾക്കും തരുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവസാനമായി പറയുന്നു, പ്രാകൃത ശരീരം. ഇതിനകത്ത് അനേക പ്രാകൃത സ്വഭാവങ്ങളുണ്ട്, പ്രാകൃതമായ ചിന്തകളുണ്ട്. ആ പ്രാകൃതമായതിനെയെല്ലാം അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. നാച്ചുറൽ മാൻ എന്നാണ് ഇംഗ്ലീഷിൽ. നാച്ചുറൽ മാൻ നമ്മുടെ ഈ ലോകപ്രകാരമുള്ള ജഡീകമായ മാനുഷികമായ അവസ്ഥയെ മാറ്റിയെടുത്തിട്ട് നമ്മെ സ്പിരിച്വൽ മാനായിട്ട്, ആത്മീക മനുഷ്യനായിട്ട് മാറ്റുക. അതാണ് ദൈവ പദ്ധതി. ആ മനോഹരമായ പ്രവൃത്തിയും ദൈവം പൂർത്തീകരിച്ച്, അതെ, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമുക്കെല്ലാവർക്കും ആ പ്രത്യാശയോടെ കടന്നു പോകാം. ആ വലിയ പ്രത്യാശയാൽ നിറച്ച്, അതെ, ഈ ദുഃഖത്തെ കവിയുന്ന സ്വർഗീയ പ്രത്യാശയാൽ നിറച്ച് എല്ലാവരെയും ആശ്വസിപ്പിച്ച് ആ മഹത്വ നാളിനായി ഒരുക്കട്ടെ എന്നുള്ള വാക്കുകളോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.